കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് അവൻ്റെ കാറ് നാഗമ്പടം മുനിസിപ്പൽ പാർക്കിൻ്റെ അടുത്തെത്തിയിരുന്നു. ഇരുവരും കാറിൽ നിന്നിറങ്ങി പാർക്കിൻ്റെ മുന്നിലേക്ക് നടന്നു. ഹരി തന്നെ ഇരുവർക്കുമുള്ള പാസ് എടുത്ത് അവളുമായി പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ഒരു നിമിഷം ജാനകിയുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതി. പരിചയമുള്ള ആരെങ്കിലും അവിടെയുണ്ടോ? ഇനി അത് അടുത്ത പ്രശ്നമാകുമോ? അവളുടെ ഉള്ളിൽ ചെറിയ പേടിയില്ലാതില്ല. ഹരി ഇതൊന്നും അറിയാതെ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അവൻ്റെ മനസ്സിലും ടെൻഷനാണ്. എങ്ങനെ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കും? താൻ പറയുന്നതെല്ലാം അവൾ അംഗീകരിക്കുമോ? അതോ ഇനിയും കുഞ്ഞിയുടെ സങ്കടം? ആലോചിച്ചപ്പോൾ തന്നെ അവനൊന്ന് സ്റ്റക്കായി. ഇനിയും തനിക്ക് കുഞ്ഞിയുടെ സങ്കടം കാണാൻ കഴിയില്ല. അതിനൊപ്പം തന്നെ അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷയിലാണ് പോയിരിക്കുന്നത്. ആകെക്കൂടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് ഹരി നിൽക്കുന്നത്. പാർക്കിൻ്റെ ഉള്ളിൽ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു സിമൻറ്റ് ബെഞ്ച് കണ്ടു. അവിടെ അധികം ആളുകളില്ലാത്തതിനാൽ തന്നെ ഹരി അങ്ങോട്ടേക്കാണ് നടന്നത്. ഇരുവരും ചെറിയ ഒരകലത്തിൻ്റെ വ്യത്യാസത്തിൽ ആ സിമൻറ്റ് ബെഞ്ചിലിരുന്നു. ഇരുവർക്കും ഇടയിൽ മൗനം കൂട്ടായി തന്നെ തുടങ്ങി. ആദ്യം ആര് സംസാരിച്ചു തുടങ്ങും എന്ന സംശയമാണ് ഇരുവരിലും. കുറച്ചു നേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. വീണ്ടും മൗനമായി തന്നെ ഇരുന്നു. പിന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഒരു ധൈര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അത് ഞാൻ. ഇരുവരും ഒരേപോലെ തന്നെ സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ 2 പേരും വീണ്ടും സൈലൻ്റായി. ഹരി തന്നെ മുൻകൈ എടുത്ത് സംസാരിച്ചു തുടങ്ങി. പിന്നീട്, ജാനകി, തനിക്ക് എന്നെക്കുറിച്ച് കുഞ്ഞ് പറഞ്ഞുള്ള അറിവുകളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ജിത്തു പറഞ്ഞുള്ള അറിവ്. പക്ഷെ എൻ്റെ ജീവിതം അങ്ങനെയൊന്നുമല്ല. അവർ പറഞ്ഞതിൽ കൂടുതലാണ് ഞാൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നത്. ലക്ഷ്മിയെ ഞാൻ ഒത്തിരി സ്നേഹിച്ച് ഞങ്ങളുടെ നീണ്ട 4 വർഷത്തെ പ്രണയത്തിന് ഒടുവിലാണ് വിവാഹം കഴിച്ചത്. വിവാഹ സമയത്തും അവളുടെ വീട്ടുകാരൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇറക്കിക്കൊണ്ട് പോരുകയായിരുന്നു അവളെ. അത് പറയുമ്പോൾ തെളിയുന്ന അവൻ്റെ മുഖത്തെ തെളിച്ചവും ചിരിയും എല്ലാം അവൾ ഒരു കൊതിയോടെ നോക്കിയിരുന്നു. പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒത്തിരി സന്തോഷം നിറഞ്ഞതായിരുന്നുള്ളൂ. ഒരു നിമിഷം പോലും ഞാൻ അവളെ എന്നെ വിട്ട് നിർത്തിയിട്ടില്ല. എനിക്ക് അവളില്ലാതെ പറ്റില്ലായിരുന്നു. അവൾക്കും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. തനിക്കും മനസ്സിലാവുമല്ലോ അല്ലേ, 4 വർഷത്തെ റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കുണ്ടായിരിക്കുമെന്ന്. അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. താൻ എൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ എന്തുമാത്രം തകർന്നു പോകും. ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാടൂ. അവിടെയും എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ കണ്ടുപിടിച്ച് രക്ഷപ്പെടുത്തി. കുറേ നാൾ അവളെ ഓർത്ത് മുഴുക്കുടിയനായിരുന്നു. ഉള്ളതൊക്കെ തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ. പിന്നെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു കരകയറാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നീട് വിവാഹമേ വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന എന്നെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഒത്തിരി പ്രഷർ ചെയ്താണ് മഹ എന്ന പെൺകുട്ടിയുടെ തലയിൽ എന്നെ കൊണ്ടുവച്ചത്. ഞാൻ അവളോട് 1000 പ്രാവശ്യം പറഞ്ഞതോടൂ എനിക്ക് കല്യാണമൊന്നും പറ്റില്ല, അവളെ സ്നേഹിക്കാനോ ഒന്നും പറ്റില്ല എന്ന്. പക്ഷേ എൻ്റെ വാക്കിന് ആര് വില തന്നിട്ട്? രണ്ടാം കല്യാണമൊന്നും ലോകത്ത് നടക്കാത്തതല്ല, എല്ലാം കുറച്ച് കഴിയുമ്പോൾ ശരിയാകും. ഇങ്ങനെ കുറേ ക്ലീഷേ ഡയലോഗുകൾ ഞാനും ഒന്ന് കേട്ടു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് വിവാഹമൊക്കെ കഴിപ്പിച്ചു. ഞാൻ എല്ലാത്തിനും ഒന്ന് അഡ്ജസ്റ്റായി വരുന്നതിന് മുൻപ് തന്നെ ദൈവം അവളെയും എന്നിൽ നിന്ന് അകറ്റി. തനിക്ക് ഞാനീ പറഞ്ഞു വരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ലക്ഷ്മിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ലടോ. വീട്ടുകാരോടും കൂട്ടുകാരുടെയും നിർബന്ധത്തിൽ ഞാൻ ചിലപ്പം തന്നെ കല്യാണം കഴിക്കുമായിരിക്കും. പക്ഷേ തനിക്ക് വേണ്ട ഒന്നും തരാൻ എന്നെയും കൊണ്ട് കഴിയില്ല ജാനകി. എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണിതൊക്കെ. വെറുതെ തൻ്റെ ജീവിതം നശിപ്പിക്കാം എന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായിരിക്കില്ല. അവൻ അത്രയും പറഞ്ഞ് ഒന്ന് നിർത്തി. അപ്പോഴും ജാനി അവൻ പറയുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയായിരുന്നു. ജാനി കുഞ്ഞിയൊക്കെ പറഞ്ഞ് തൻ്റെ ലൈഫ് ഞാനും കേട്ടതാണ്. ആദ്യ വിവാഹത്തിൽ തന്നെ മൊത്തം ഫ്ലോപ്പായിരുന്നു തനിക്ക്. താൻ എന്നെ കെട്ടുവാണെങ്കിൽ അത് അതിനേക്കാളും വലിയ ഫ്ലോപ്പാകുമടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഈ വിവാഹമൊന്നും വേണ്ട, നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം. എല്ലാം കേട്ട് കഴിഞ്ഞ് ജാനകി കുറച്ചു നേരം അങ്ങനെ തന്നെ ഒന്നും മിണ്ടാതിരുന്നു. ഞാൻ ഹരിയേട്ടനോടൊരു കാര്യം ചോദിച്ചോട്ടെ? പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അത്രയും ചോദിച്ചു. അവൻ്റെ ഭാഗത്തു നിന്നും ഒരു പുഞ്ചിരിയാണ് അവൾക്ക് ഉത്തരമായി ലഭിച്ചത്. എനിക്ക് ഹരിയേട്ടന് നല്ലൊരു ഫ്രണ്ടായിട്ടിരുന്നാൽ മതി.
ഒരിക്കലും ഭാര്യയാവണ്ട. പക്ഷേ അവളുടെ ആ വാക്കിൽ അവൻ ഒരു നിമിഷം കണ്ണുകൾ കുറുക്കി ഒന്ന് നോക്കി. പക്ഷേ എനിക്ക് ജീവിക്കണം ഹരിയേട്ടാ. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന കുറച്ചാളുകളുടെ ഇടയിൽ. ജീവിതത്തിൽ ഇതുവരെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഹരിയേട്ടൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കും. ആ മനസ്സ് നിറച്ച് ലക്ഷ്മിയാ മാത്രമാണ്. ലക്ഷ്മിയുടെ വേർപാടിൽ നൊന്ത ഈ മനസ്സിന് എൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. അതിനപ്പുറം എനിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്ക് 2 കാര്യങ്ങൾ കൂടി സാധിച്ചു തരണം. താലി എന്ന ജാനകിയുടെയും ഹരിനന്ദൻ്റെയും കഥ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.